മറ്റൊരു വാർത്ത, ഇടുക്കി കാഞ്ചിയാറിലെ അനുമോളുടെ കൊലപാതകത്തിൽ പ്രതി ഭർത്താവ് വിജേഷ് അറസ്റ്റിൽ. പ്രതിയെ പിടികൂടിയത് അതിർത്തിയിലെ വനമേഖലയിൽ നിന്നാണ്. KC ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉണ്ണി, എങ്ങനെയായിരുന്നു സംഭവം? പ്രതിയെ ഇപ്പോൾ എങ്ങനെ പിടികൂടാൻ കഴിഞ്ഞു? കാഞ്ചിയാറിൽ അധ്യാപികയായിരുന്ന അനുമോൾ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് വിജേഷിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുമളി സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തമിഴ്നാട്ടിലെ അതിർത്തിയിലെ വനമേഖലയിൽ നിന്ന് വിജേഷിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വിജേഷിന്റെ ഭാര്യ അനുമോളുടെ മൃതദേഹം കിടപ്പുമുറിയിലെ കട്ടിലടിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് വിജേഷിനെയും കാണാതായിരുന്നു. ഈ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീടിനുള്ളിൽ ഒളിപ്പിച്ച് വിജേഷ് നാടുവിട്ടെന്നായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. ഭാര്യയുടെ ഫോൺ കട്ടപ്പന ബിവറേജ് ഔട്ട്ലെറ്റിന്റെ സമയത്ത് വെച്ച് മറ്റൊരാൾക്ക് വിറ്റതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് അയൽ സംസ്ഥാനങ്ങളിലെ അതിർത്തി മേഖലയെല്ലാം തന്നെ ഈ വിജേഷിനായിട്ട് തെരച്ചിൽ വ്യാപകമായി നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഈ ഞായറാഴ്ച, അതായത് ഇന്ന്, തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിൽ കുമളി പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വിജേഷിനെ പിടികൂടാൻ സാധിച്ചത്. തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിജേഷിനെ പിടികൂടി ഉടൻ തന്നെ കട്ടപ്പനയിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ഫിജി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയം മുമ്പാണ് ഈ വാർത്ത വന്നത്. ഈ കാഞ്ചിയാറിൽ ഈ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുയർത്തിയ ഒരു വാർത്തയായിരുന്നു ഈ കട്ടിലിനടിയിൽ അനുമോളുടെ മൃതദേഹം കണ്ടെത്തിയത്. ഭർത്താവിനെ പിന്നീട് കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ഇക്കാര്യത്തിലെല്ലാം ഊർജിതമായ അന്വേഷണം നടത്തുകയായിരുന്നു. ഈ വിജേഷിനെ കണ്ടെത്താനായി അതിർത്തി മേഖലയിൽ തന്നെ ഊർജിതമായ അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിൽ നിന്ന് പോലീസ് വിജേഷിനെ പിടികൂടിയത്. ഉടൻ തന്നെ കട്ടപ്പനയിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ഫിജി മനസ്സിലാക്കുന്നത്. ശരി, ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നു.